അപ്പോൾ 2014 പനമ്പള്ളി നഗരും പാലാരിവട്ടമായിട്ട് ഫിറോസും ഷിഹാസും കൂടി തുടങ്ങിയ അറബിക് ആൻഡ് അറബിക് ഫ്യൂഷൻ ഫുഡൊക്കെ വിളമ്പുന്ന നമ്മുടെ സാത്താർ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ പെരുമ്പാവൂരും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാ ബ്രാഞ്ചസ് പോലെയും ഫാമിലി ഫ്രണ്ട്ലി സ്പേസസും ഉണ്ട്, പിന്നെ മുകളിലായിട്ട് ഹുക്ക ലോഞ്ചസും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആ റെസ്റ്റോറൻറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ, ഹുക്ക ലോഞ്ചസ് കാണിക്കുന്നില്ല. ഇവിടുത്തെ ഒരു റോയൽ അറബിക് ടച്ചോട് കൂടിയ ഡിസൈൻസും പിന്നെ സോഫ്റ്റ് ലൈറ്റിങ്ങും ഒരു സെൻസറി എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പെരുമ്പാവൂർ സാൻജോ ഹോസ്പിറ്റലിന് അടുത്തുള്ള നക്ഷത്ര ജ്വല്ലറിയുടെ നെക്സ്റ്റ് ഷോപ്പ്. അപ്പോൾ ഇതാണ് കയറി വരുമ്പോൾ തന്നെയുള്ള അവരുടെ ഒരു ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അത് ഒരു വെറൈറ്റി കളർ കോമ്പിനേഷനാണ്, ഒരു ബ്ലൂവും വൈറ്റും കൂടെ ഒക്കെ ഉള്ള കളർ കോമ്പിനേഷനാണ്. ആ ഒരു ഡിസൈൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അറബിക് ടച്ചോട് കൂടിയ ഡിസൈൻസ് മാതിരിയാണ് പെട്ടെന്ന് തോന്നുന്നത്. റെസ്റ്റോറൻറ്റ് അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു, വെൽ അറേഞ്ച്ഡ് ആയിരുന്നു. പക്ഷേ പഴയ രീതിയിലുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ പഴയ രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ നല്ലൊരു കുഷ്യൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഹൈ ചെയേഴ്സൊക്കെ അവൈലബിൾ ആണ്. ചെറിയ കുട്ടികൾക്ക് ഇരിക്കാനും ഭാഗത്തിനൊക്കെയുള്ള ഹൈ ചെയേഴ്സൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ സീറ്റിംഗ് പൊസിഷനിലും ടേബിളിൻ്റെ പുറത്തായിട്ട് ഒരു പേപ്പർ പ്ലേസ്മാറ്റ് വെച്ചിട്ടുണ്ട്. സാത്താർ ടൈംസ് ഹെഡറോട് കൂടി ഒരു ന്യൂസ് പേപ്പർ സ്റ്റൈലിലാണ് ഇത് വെച്ചേക്കുന്നത്. അതിൽ സാത്താറിനെ കുറിച്ചും അവിടെയുള്ള സ്പെഷ്യൽ ഡിഷസിനെ കുറിച്ചൊക്കെ കുറച്ച് പറയുന്നുണ്ട്. അതിൽ തന്നെ ഡിഷസിന്റെ വിലയും അറിയാനായിട്ട് ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഡിഷസിന്റെ വിലയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ കുറച്ച് അധികം പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് പെരിയ പെരിയ കുഴിമന്തി. പിന്നെ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദജാജ് ഫ എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടറും ആണ്. അതിൻ്റെ അകത്ത് ദജാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ എന്ന് തന്നെയാണ് അറബിക്കിൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊരു അറബിക് ഡിഷൊന്നും അല്ല, ഇത് അവരുടെ ഒരു സിഗ്നേച്ചർ തവ മസാല വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഫ്യൂഷൻ ഡിഷാണ്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലെത്തിയ തിൻ ലാർജ് സ്ലൈസസ് ഓഫ് ചിക്കൻ സ്ക്യൂവേഴ്സിൽ കോർത്താണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഡിഷ് നല്ല അരോമാറ്റിക്, സ്മോക്കി ആൻഡ് മൈൽഡ്ലി സ്പൈസി ആയിരുന്നു. ഇതിൻ്റെ കൂടെ 2 ഡിപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് മയണൈസും വേറെ എന്തോ ഒരു സ്പെഷ്യൽ ഡിപ്പ് കൂടി ഉണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മയണൈസ് ആയിരുന്നില്ല, മറ്റേ ഡിപ്പായിരുന്നു. കാരണം ചിക്കൻ നല്ല ജ്യൂസി ആയിരുന്നു, മറ്റേ ഡിപ്പിൻ്റെ കൂടെ ഭയങ്കര കോമ്പിനേഷൻ ആയിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന പെരി പെരി മന്തി ആയിരുന്നു. അതിൻ്റെ കൂടെയും ഈ സെയിം ടൈപ്പ് 2 ഡിപ്സ് കിട്ടിയിട്ടുണ്ട്, മയണൈസും പിന്നെ ആ ഒരു സ്പെഷ്യൽ ഡിപ്പ് എന്ന് പറഞ്ഞു. നല്ല ഫ്ലേവർഫുൾ ആൻഡ് ടേസ്റ്റി റൈസും വെൽ കുക്ക്ഡ് സ്പൈസി ചിക്കനും. സംഭവമൊക്കെ ടേസ്റ്റി ആയിരുന്നു, നല്ല കിടിലായിരുന്നു. പക്ഷേ നമുക്കിത് നോർമലായിട്ട് വേറെ ഇടത്തുനിന്ന് കിട്ടുന്ന മന്തി പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ മന്തി ആയിരിക്കില്ല, ഇവരുടെ കുറച്ച് സിഗ്നേച്ചർ ഡിഷസും കുറേ പ്ലാറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായിരിക്കും ഞാൻ കൂടുതലായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഖുനാഫ ഒരു സംഭവമായിട്ട് പറയുന്നുണ്ട്, പിന്നെ ലഹാം ബ്രിസ്ക്കറ്റ് ഒരു സംഭവമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും ഞാൻ കഴിച്ചിട്ടില്ല. എന്നാലും ഞാൻ ആ കഴിച്ചേക്കുന്ന സ്റ്റാർട്ടർ ദജാജ് ഫ അത് എക്സെപ്ഷണൽ ആയിരുന്നു, അത് സൂപ്പർ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ സാധാ മന്തി സാധാരണ റെസ്റ്റോറൻസിൽ നിന്ന് കിട്ടുന്ന മന്തിയേക്കാളും ഡിഫറെൻ്റ് ആണ്, നല്ലതാണ് എന്നുള്ള രീതിയിൽ പല കമൻസും വന്നിട്ടുണ്ട്. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടേജ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ടെന്ന് തോന്നില്ലെങ്കിലും ഇതിൻ്റെ ബാക്കിലേക്ക് ഇഷ്ടം മാതിരി പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു സാധാരണ ഫാൻ ആണെങ്കിൽ പെരുമ്പാവൂർ ഇവരുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.